മുണ്ടകൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. നിയമപരമായ അധികാരമില്ലെന്ന കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാനാവില്ല എന്നും ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് എടുത്തു കളഞ്ഞു എന്നും ഉള്ളൊരു വിശദീകരണമായിരുന്നു കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതാണ് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴും ഇക്കാര്യം കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. ആ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ അനുകൂലമായ തീരുമാനം എടുക്കാനാവില്ല എന്നുള്ള വിവരം. തുടർന്നാണ് കോടതി കടുത്ത വിമർശനത്തിലേക്ക് കടന്നത്. അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യം കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് കോടതി ചോദിക്കുന്നത് എന്ന് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ പറഞ്ഞു. തുടർന്ന് കോടതി കടുത്ത വിമർശനത്തിലേക്ക് കടന്നു. അതായത് രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെന്നാണോ? അതായത് ഭരണഘടനയുടെ 73-ാം അനുച്ഛേദ പ്രകാരം ഏത് കാര്യത്തിലാണെങ്കിലും ഒരു അന്തിമ തീർപ്പെടുക്കാനുള്ള അന്തിമ അധികാരി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാര കേന്ദ്രം കേന്ദ്ര സർക്കാരാണ്. ആ അധികാരം ഉപയോഗിച്ച്, പ്രത്യേക അധികാരം ഉപയോഗിച്ച് തന്നെ ഇക്കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനം ബാങ്കുകൾക്ക് നിർദ്ദേശമായി നൽകാവുന്നതാണ്. അക്കാര്യം നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് കോടതി അന്തിമമായി പറഞ്ഞു വെച്ചത്. നിയമപരമായി ഒരു അധികാരം കേന്ദ്ര സർക്കാരിനില്ല എന്ന വാദം കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ആവർത്തിച്ചു. അപ്പോഴും കോടതി പറഞ്ഞത് നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കോടതിക്കാവില്ല. രാജ്യത്തൊരു നിയമമുണ്ട് എന്നാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ പറഞ്ഞത്. വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരാണെന്ന് കോടതിക്ക് വിലയിരുത്തേണ്ടി വരും എന്നാണ് കോടതിയുടെ കമൻറ്റ്. ഏതായാലും ഈ വിമർശനങ്ങൾക്കൊക്കെ ശേഷം ഏതായാലും ഒരു കാര്യത്തിലൊരു തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടി 2 ആഴ്ച സമയം കേന്ദ്ര സർക്കാർ സാവകാശം ആവശ്യപ്പെട്ടു. ആ സാവകാശം നൽകിയിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.